നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 21-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 5-ാം തീയതി ഞായറാഴ്ച. ഇന്ന് പൂരൻ നക്ഷത്രമാണ്. പൂരൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഞായറാഴ്ച ശരിക്കും പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്ന് അമാവാസിയാണ്, കർത്തവാവ് ദിവസമാണ്. ഒരു മാസത്തെ ഒരു ദിവസമേ അമാവാസി വരുള്ളൂ. അമാവാസി ദിവസം ഇരുട്ട് വ്യാപിക്കും. ഇരുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പലതും പോസിറ്റീവായിട്ട് വരാതെ നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് ഇന്നത്തെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഓരോ കാര്യത്തിന് തുനിയാൻ. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലസ്ഥിതിയെ നോക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഞായറാഴ്ച വന്ന് പ്രശസ്തിയും ഉയർച്ചയും ഉന്നതിയൊക്കെ ഉണ്ടാവുമെങ്കിലും അമാവാസി ദിവസം വന്നിരിക്കുകയാണ്. അതായത് ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ്. അമാവാസി ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്ന ദിവസം ഒരു വർഷവും നിങ്ങൾ കുറച്ച് കഷ്ടതയേറിയ വർഷമായിരിക്കും കന്നിമാസത്തിലെ പൂരൻ നക്ഷത്രക്കാർക്ക്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. കാരണം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വർഷവും പൗർണമി വ്രതം നോക്കി പോകണം. പൗർണമിയിൽ അന്ന് ഈ അമാവാസിയിൽ നിന്ന് ഇരുട്ട് മാറാൻ വേണ്ടി വെളിച്ചം ഏറ്റെടുക്കണം. പ്രപഞ്ചത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പൂർണ്ണചന്ദ്രനെ പ്രാർത്ഥിക്കണം. അതാണ് പൗർണമി വ്രതത്തോടു കൂടി പൗർണമി ദിവസം അർച്ചനയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് വരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാവുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. 4:30 തൊട്ട് 6 മണി വരെ രാവുകാലം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:48 തൊട്ടേ രാവുകാല സമയം തുടങ്ങുകയുള്ളൂ. 6:18 വരെ രാവുകാല സമയമുണ്ട്. ഒരു 18 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ രാവുകാലം നോക്കി വേണം ഓരോ കാര്യവും. ഒന്ന് അമാവാസിയാണ്, രാവുകാലവും കൂടി നോക്കിയിട്ട് വേണം യാത്ര തുടരാൻ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. 3:18 തൊട്ട് 4:48 വരെ ഗുളികനും, 12:18 തൊട്ട് 1:48 വരെ യമകണ്ഠനും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അമാവാസി ദിവസമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം എടുക്കാതിരിക്കുന്നത്. കാരണം അഭിജിത്ത് മുഹൂർത്തത്തിന് ഒരു പോസിറ്റീവ് കവചം ഉണ്ട് എങ്കിൽ പോലും ഇന്ന് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന ദിവസമായതുകൊണ്ട് അത്ര ആവശ്യമെങ്കിൽ മാത്രമേ അഭിജിത്ത് മുഹൂർത്തം എടുക്കാവൂ. 11:53 തൊട്ട് 12:41 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇന്ന് അതുപോലെ ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ താമരപ്പൂവിൻ്റെ കളറോ ചുടികളിൻ്റെ കളറോ റോസ് കളറോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, ഉൾപ്പെടുത്തി യാത്ര തുടരുന്നത് നന്നായിരിക്കും. അതുപോലെ നാളെ മുതൽ, അതായത് 22-ാം തീയതി മുതൽ നവരാത്രി തുടങ്ങുകയാണ്. 9 ദിവസം അമ്മ ഉണർന്നിരിക്കുന്ന 9 ദിവസങ്ങളാണ്. ആദ്യത്തെ 3 ദിവസം മഹാകാളിയായിട്ടും, രണ്ടാമത്തെ 3 ദിവസം മഹാലക്ഷ്മിയായിട്ടും, അവസാനത്തെ 3 ദിവസം മഹാസരസ്വതിയായിട്ടും. അങ്ങനെ 9 ദിവസങ്ങളാണ് നവരാത്രി കാലഘട്ടം. ഈ സമയം വിദ്യ ചെയ്യുന്നവർക്കും മറ്റ് ഓരോ അത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, എല്ലാ ദോഷ നിവാരണത്തിന് മഹാകാളി, സർവസമ്പത്ത്, സൽസമ്പത്ത്, അതുപോലെ എല്ലാ സമ്പത്തും നമുക്ക് പ്രധാനമായി തരാൻ വേണ്ടി മഹാലക്ഷ്മി, അതുപോലെ ബുദ്ധി, എല്ലാ സദ്ബുദ്ധി നമുക്ക് ലഭിക്കാൻ വേണ്ടി, സൽമാർഗം സഞ്ചരിക്കാൻ വേണ്ടി മഹാസരസ്വതി. അപ്പോൾ കുട്ടികൾക്ക് 9 ദിവസവും മത്സ്യമാംസാദികൾ കൊടുക്കാതെ, വീട്ടിൽ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതെ ദേവീ മന്ത്രം, ഏത് ദേവിയായാലും ദേവിയെ പ്രാർത്ഥിച്ച് പോകുന്നവർക്ക് ഒരു വർഷം നിങ്ങൾക്ക് ശരിക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. നാളെ മുതൽ 22-ാം തീയതി തൊട്ട് തുടങ്ങുകയാണ്. ഈ 9 ദിവസവും കഴിഞ്ഞ് 10-ാമത്തെ ദിവസം ശരിക്ക് ദുർഗാപൂജയോടുകൂടി തീരും. അപ്പോൾ 3 ദേവിമാരും ചേരുന്നതാണ് 10-ാമത്തെ ദിവസം. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ 9 ദിവസവും വ്രതം നോക്കി പ്രാർത്ഥിച്ച് പോകുന്നവർക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ആയി തീരട്ടെ ഈ
നവരാത്രി കാലഘട്ടം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.